Next one, show that the random process x of t equal to a cos omega t plus theta is wide sense stationary if a and omega are constant and theta is uniformly distributed random variable in 0 to pi. ഇതിൽ റാൻഡം പ്രോസസ് തന്നിട്ടുണ്ട് എക്സ് ഓഫ് ടി ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂഷനാണ്. അത് ഏത് ഇൻ്റർവെല്ലാണ് തന്നിരിക്കുന്നത്? 0 മുതൽ 2π വരെ. അപ്പോൾ ഒരു റാൻഡം പ്രോസസ്സ് വൈഡ് സെൻസ് സ്റ്റേഷനറി ആയിരിക്കണമെങ്കിൽ അതിൻ്റെ കണ്ടീഷൻസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ടി കോൺസ്റ്റൻ്റ് ആയിരിക്കണം, ഓട്ടോ കോറിലേഷൻ എന്ന് പറയുന്നത് ടൈം ഡിഫറൻസ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഗിവൺ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ. ഇപ്പോൾ തീറ്റ യൂണിഫോംലി ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് അതിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കേണ്ട ഫോർമുലയാണ് 1/b - a. അതാണ് 1/2π. 0 ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ 2π. ഇനി എക്സ്പെക്റ്റേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ടി ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2π എക്സ് ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് തീറ്റ ഡി തീറ്റ ഈക്വൽ ടു a divided by 2π integral 0 to 2π cos omega t plus theta into d theta. ഇൻ്റഗ്രൽ കോസ് തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റയാണ്. അപ്പോൾ a by 2π ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ ബിറ്റ്വീൻ ദ ലിമിറ്റ് 0 to 2π ഈക്വൽ ടു a by 2π ഇൻറ്റു സൈൻ 2π പ്ലസ് ഒമേഗ ടി മൈനസ് സൈൻ ഒമേഗ ടി. അപ്പോൾ a by 2π ഇൻറ്റു സൈൻ 360 പ്ലസ് തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റയാണ്. അപ്പോൾ സൈൻ ഒമേഗ ടി മൈനസ് സൈൻ ഒമേഗ ടി സീക്വൽ ടു 0 സീക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ഇനി അടുത്ത് ഓട്ടോ കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഓട്ടോ കോറിലേഷൻ കണ്ടുപിടിക്കേണ്ട ഫോർമുലയാണ് ആർ ഓഫ് T1 T2 സീക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് T1 ഇൻറ്റു എക്സ് ഓഫ് T2. ഇപ്പോൾ ഇവിടെ റാൻഡം പ്രോസസ് തന്നിട്ടുണ്ട് എക്സ് ഓഫ് ടി. അപ്പോൾ എക്സ് ഓഫ് T1 വേണം, എക്സ് ഓഫ് T2 വേണം. ടിക്ക് T1 എന്ന് കൊടുക്കണം, ടിക്ക് T2. അപ്പോൾ എന്ത് കിട്ടും? എക്സ് ഓഫ് T1 ഇൻറ്റു എക്സ് ഓഫ് T2 സീക്വൽ ടു എ കോസ് ഒമേഗ T1 പ്ലസ് തീറ്റ ഇൻറ്റു എ കോസ് ഒമേഗ T2 പ്ലസ് തീറ്റ സീക്വൽ ടു പേ സ്ക്വയർ അവിടെ കോൺസ്റ്റൻ്റ് ആണ്. ഇനി കോസ് എ കോസ് ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോസ് എ പ്ലസ് ബി പ്ലസ് കോസ് എ മൈനസ് ബി ബൈ 2 ആണ്. പേ സ്ക്വയർ ബൈ 2 ഇൻറ്റു കോസ് ഒമേഗ T1 പ്ലസ് തീറ്റ പ്ലസ് ഒമേഗ T2 പ്ലസ് തീറ്റ പ്ലസ് കോസ് ഒമേഗ T1 പ്ലസ് തീറ്റ മൈനസ് ഒമേഗ T2 മൈനസ് തീറ്റ സീക്വൽ ടു എ സ്ക്വയർ ബൈ 2 കോസ് ഒമേഗ ഇൻറ്റു T1 പ്ലസ് T2 പ്ലസ് 2 തീറ്റ പ്ലസ് കോസ് ഒമേഗ ഇൻറ്റു T1 മൈനസ് T2. തീറ്റ അങ്ങ് ക്യാൻസൽ ചെയ്ത് പോയി. ഈ എക്സ്പെക്റ്റേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് T1 ഇൻറ്റു എക്സ് ഓഫ് T2 ഈക്വൽ ടു എ സ്ക്വയർ ബൈ 2 എക്സ്പെക്റ്റേഷൻ ഓഫ് കോസ് ഒമേഗ ഇൻറ്റു T1 പ്ലസ് T2 പ്ലസ് 2 തീറ്റ പ്ലസ് എ സ്ക്വയർ ബൈ 2 കോസ് ഒമേഗ ഇൻറ്റു T1 മൈനസ് T2. അവിടെ എക്സ്പെക്റ്റേഷൻ എടുക്കണ്ട. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഓട്ടോ കോറിലേഷൻ ഓൾറെഡി ടൈം ഡിഫറൻസ് ആണല്ലോ. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. is equal to a square by 2 integral 0 to 2π 1/2π cos omega into T1 plus T2 plus 2 theta into d theta plus a square by 2 cos omega into T1 minus T2 is equal to a square by 4π sin omega into T1 plus T2 plus 2 theta divided by 2 between the limits 0 to 2π plus a square by 2 cos omega into T1 minus T2 is equal to a square by 8π sin omega into T1 plus T2 plus 4π minus sin omega into T1 plus T2 plus a square by 2 cos omega into T1 minus T2. A square by 8π into sin omega into T1 plus T2 minus sin omega into T1 plus T2 plus a square by 2 cos omega into T1 minus T2 is equal to 0 plus a square by 2 cos omega into T1 minus T2 is equal to
എ സ്ക്വയർ ബൈ 2 കോസ് ഒമേഗ ഇൻറ്റു T1 മൈനസ് T2. ഇപ്പോൾ ഓട്ടോ കോറിലേഷൻ എന്ന് പറയുന്നത് ടൈം ഡിഫറൻസിൽ നമുക്ക് കിട്ടി. അതാണ് ആർ ഓഫ് T1 T2 ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് T1 മൈനസ് T2. അപ്പം അങ്ങനെയുള്ള പ്രോസസ്സിനെ പറയുന്നതാണ് WSS പ്രോസസ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ടിയും കോൺസ്റ്റൻറ്റ്. ഓട്ടോ കോറിലേഷൻ പറയുന്നത് ടൈം ഡിഫറൻസ് ആണ്. അപ്പം അങ്ങനെയുള്ള പ്രോസസ്സിനെ പറയുന്നതാണ് WSS. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Given a random variable y with characteristic function phi of omega is equal to expectation of e raised to I omega y and a random process defined by x of t equal to cos lambda t plus y, show that x of t is stationary in the wide sense if phi of 1 equal to phi of 2 equal to 0. Given that phi of 1 equal to phi of 2 equal to 0. Expectation of x of t എന്താണ്? Expectation of cos lambda t plus y. ഈ cos a plus b അറിയാം. cos a cos b minus sin a sin b. Expectation of cos lambda t cos y minus sin lambda t sin y. എക്സ്പെക്റ്റേഷൻ ബ്രാക്കറ്റ് അകത്തോട്ട് എടുക്കണം. സീക്വൽ ടു കോസ് ലാംഡ ടി എക്സ്പെക്റ്റേഷൻ ഓഫ് കോസ് വൈ മൈനസ് സൈൻ ലാംഡ ടി എക്സ്പെക്റ്റേഷൻ ഓഫ് സൈൻ വൈ. ഇക്വേഷൻ 1. ഇനി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഫൈ ഓഫ് ഒമേഗ ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റേസ് ടു ഐ ഒമേഗ വൈ. ഇവിടെ ഫൈ ഓഫ് 1 ഈക്വൽ ടു ഫൈ ഓഫ് 2 ഈക്വൽ ടു 0 എന്ന് തന്നിട്ടുണ്ടല്ലോ ക്വസ്റ്റ്യനിൽ. അപ്പോൾ ദിസ് സിംപ്ലൈസ് ഒമേഗയ്ക്ക് 1 കൊടുക്കണം. phi of 1 equal to expectation of e raised to y. അപ്പോൾ phi of 1 equal to 0 implies expectation of e raised to iy is equal to 0. e raised to i theta എന്ന് പറഞ്ഞാൽ അറിയാം cos theta plus i sin theta ആണ്. അപ്പോൾ expectation of cos y plus i into sin y is equal to 0. ഇപ്പോൾ expectation of cos y plus i into expectation of sin y equal to 0. This implies എന്താണ്? expectation of cos y equal to 0 is equal to expectation of sin y. Similarly, phi of 2 equal to 0. This implies എന്താ? ഒമേഗയ്ക്ക് 2 കൊടുക്കണം. expectation of e raised to 2iy equal to 0. അപ്പോൾ expectation of cos 2y plus i into sin 2y equal to 0. This implies എന്ത് വരും? expectation of cos 2y equal to 0 is equal to expectation of sin 2y. അപ്പം ഇക്വേഷൻ 1 എന്തായിരിക്കും കിട്ടുന്നത്? എക്സ്പെക്റ്റേഷൻ കോസ് വൈ 0 ആണ്, എക്സ്പെക്റ്റേഷൻ സൈൻ വൈ നമുക്ക് 0 ആണ്. അപ്പോൾ ഇക്വേഷൻ 1 എന്തായിരിക്കും? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ടി സീക്വൽ ടു 0 ആണ്. ഇംപ്ലൈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ടി ഈക്വൽ ടു 0 സീക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ഈ നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ഓട്ടോ കോറിലേഷൻ ആണ്. പവർ ഓഫ് T1 T2 എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് T1 ഇൻറ്റു എക്സ് ഓഫ് T2. ഇനി എക്സ് ഓഫ് T1 ഇൻറ്റു എക്സ് ഓഫ് T2 അതെന്തായിരിക്കും? കോസ് lambda T1 plus y into cos lambda T2 plus y. അപ്പോൾ അത് cos a plus b ആണ്. അപ്പോൾ cos lambda T1 cos y minus sin lambda T1 sin y into cos lambda T2 cos y minus sin lambda T2 sin y. ഇനി രണ്ട് ബ്രാക്കറ്റ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ cos lambda T1 cos lambda T2 cos square y minus cos lambda T1 sin lambda T2 cos y sin y minus sin lambda T1 cos lambda T2 sin y cos y plus sin lambda T1 sin lambda T2 sin square y. ഇനി എക്സ്പെക്റ്റേഷൻ അകത്തോട്ട് എടുക്കണം. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് T1 ഇൻറ്റു എക്സ് ഓഫ് T2 സീക്വൽ ടു cos lambda T1 cos lambda T2 expectation of cos square y minus cos lambda T1 sin lambda T2 expectation of cos y sin y minus sin lambda T1 cos lambda T2 expectation of sin y cos y plus sin lambda T1 sin lambda T2 expectation of sin square y. ഇനി കോസ് സ്ക്വയർ വൈ നമുക്കറിയാം 1 പ്ലസ് കോസ് 2y ബൈ 2 ആണ്. ഇനി കോസ് വൈ സൈൻ വൈ ആണെങ്കിലോ സൈൻ 2y ഡിവൈഡഡ് ബൈ 2 ആണ്. ഇനി സൈൻ സ്ക്വയർ വൈ ആണെങ്കിൽ കിട്ടും 1 മൈനസ് കോസ് 2y ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരുന്നത്? കോസ് ലാംഡ T1 കോസ് ലാംഡ T2 എക്സ്പെക്റ്റേഷൻ ഓഫ് 1 പ്ലസ് കോസ് 2y ഡിവൈഡഡ് ബൈ 2 മൈനസ്
cos lambda t1 sin lambda t2 expectation of sin 2y divided by 2 minus sin lambda t1 cos lambda t2 into expectation of sin 2y divided by 2 plus sin lambda t1 sin lambda t2 expectation of 1 minus cos 2y divided by 2. Cos lambda t1 cos lambda t2 expectation of 1 by 2 plus cos 2y divided by 2 minus cos lambda t1 sin lambda t2 expectation of sin 2y divided by 2 minus sin lambda t1 cos lambda t2 expectation of sin 2y divided by 2 plus sin lambda t1 sin lambda t2 expectation of 1 by 2 minus cos 2y divided by 2. നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ അറിയാം, നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു എക്സ്പെക്ടേഷൻ ഓഫ് കോസ് 2y 0 ആണ്, എക്സ്പെക്ടേഷൻ ഓഫ് സൈൻ 2y എല്ലാം 0 ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് എ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് 1 by 2 എന്ന് പറയുന്നത് 1 by 2 തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? 1 by 2 കോസ് ലാംഡ t1 കോസ് ലാംഡ t2 പ്ലസ് 1 by 2 സൈൻ ലാംഡ t1 സൈൻ ലാംഡ t2. ഇവിടുത്തെ 1 by 2 എന്ന് പറയുന്നത് കോമൺ ഫാക്ടർ ആണല്ലോ. അപ്പോൾ കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി ആണ്. അതെന്ന് പറയുന്നത് എന്താണ്? കോസ് എ മൈനസ് ബി ആണ്. അപ്പോൾ 1 by 2 കോസ് ലാംഡ ഇൻറ്റു t1 മൈനസ് t2. ഇപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി കോൺസ്റ്റന്റ് എന്ന് നമുക്ക് കിട്ടി. ആർ ഓഫ് t1 t2 എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് t1 മൈനസ് t2 ആണ്. അപ്പം അങ്ങനെയുള്ള പ്രോസസ്സിന് എന്തോന്ന് പറയും? WSS പ്രോസസ്. തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഫോർ എ റാൻഡം പ്രോസസ് x of t equal to y sin omega t. Y is an uniform random variable in the interval -1 to +1. Check whether the process is stationary or not. For y is uniformly distributed in the interval -1 to +1 എന്ന് പറഞ്ഞാൽ -1 to +1 ഇത് തന്നിട്ടുണ്ട്. പിന്നെ x of t എന്ന് പറയുന്ന y sin omega t എന്ന് തന്നിട്ടുണ്ട്. ഇനി f of y എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 1 by b മൈനസ് എ അല്ലേ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ എന്താണ്? -1 to 1 ആണ് ഇൻ്റർവെൽ തന്നിരിക്കുന്നത്. അപ്പോൾ 1 by 2. അപ്പോൾ -1 ലെസ് ദാൻ y ലെസ് ദാൻ 1. ഇനി എക്സ്പെക്ടേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി ഈക്വൽ ടു ഇൻ്റഗ്രൽ -1 to 1 1 by 2 y sin omega t ഇൻറ്റു dy. ഇതിൽ 1 by 2 sin omega t എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ y എന്താണ്? y² by 2 ബിറ്റ്വീൻ ദ ലിമിറ്റ്സ് -1 to 1. അപ്പോൾ 1 by 2 sin omega t ഇൻറ്റു 1 by 2 minus 1 by 2. അപ്പോൾ എന്തായിരിക്കും? സീക്വൽ 0. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി നമുക്ക് 0 എന്ന് കിട്ടി. ഈ നെക്സ്റ്റ് വൺ ആർ ഓഫ് t1 t2 സീക്വൽ ടു എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് t1 ഇൻറ്റു എക്സ് ഓഫ് t2. ഇനി എക്സ് ഓഫ് t1 ഇൻറ്റു എക്സ് ഓഫ് t2 എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? y sin omega t1 ഇൻറ്റു y sin omega t2. അപ്പോൾ y ഇൻറ്റു y സ്ക്വയർ എന്നുണ്ട്. അപ്പോൾ y സ്ക്വയർ sin omega t1 ഇൻറ്റു sin omega t2. ഇനി എക്സ്പെക്ടേഷൻ എടുക്കണം. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് t1 ഇൻറ്റു എക്സ് ഓഫ് t2 സീക്വൽ ടു സൈൻ ഒമേഗ t1 സൈൻ ഒമേഗ t2 എക്സ്പെക്ടേഷൻ ഓഫ് y സ്ക്വയർ സീക്വൽ ടു സൈൻ ഒമേഗ t1 സൈൻ ഒമേഗ t2 ഇൻ്റഗ്രൽ -1 to 1 y സ്ക്വയർ എഫ് ഓഫ് y dy സീക്വൽ ടു സൈൻ ഒമേഗ t1 സൈൻ ഒമേഗ t2 ഇൻ്റഗ്രൽ -1 to 1 y സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് y 1 by 2 ആണ്. 1 by 2 ഇൻറ്റു dy. ഇപ്പോൾ 1 by 2 സൈൻ ഒമേഗ t1 സൈൻ ഒമേഗ t2 ഇൻ്റഗ്രൽ y സ്ക്വയർ എന്താണ്? y³ by 3 ബിറ്റ്വീൻ ദ ലിമിറ്റ്സ് -1 to 1. ഇപ്പോൾ 1 by 2 സൈൻ ഒമേഗ t1 സൈൻ ഒമേഗ t2 ഇൻറ്റു 1 by 3 പ്ലസ് 1 by 3. ഇപ്പോൾ 1 by 2 ഇൻറ്റു 2 by 3 സൈൻ ഒമേഗ t1 സൈൻ ഒമേഗ t2. ആ 2 അങ്ങ് ക്യാൻസൽ ചെയ്യേണ്ട. അപ്പോൾ 1 by 6 ഇൻറ്റു എങ്ങനെ എഴുതാം? 2 സൈൻ ഒമേഗ t1 ഇൻറ്റു സൈൻ ഒമേഗ t2. ആ 2 സൈൻ എ സൈൻ ബി ആണ്. കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി. അപ്പോൾ എന്ത് വരും? 1 by 6 ഇൻറ്റു കോസ് ഒമേഗ ഇൻറ്റു t1 മൈനസ് t2 മൈനസ് കോസ് ഒമേഗ ഇൻറ്റു t1 പ്ലസ് t2. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ നോക്കുകയാണെങ്കിൽ മീൻ കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ ഓട്ടോ കോറിലേഷൻ ഇറ്റ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ടൈം ഡിഫറൻസ് ആണ്. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പാർട്ടിൽ ഒമേഗ ഇൻറ്റു t1 മൈനസ് t2 എന്നുണ്ട്. പക്ഷേ സെക്കൻഡ് പാർട്ടിൽ എന്താണ്? ഒമേഗ ഇൻറ്റു t1 പ്ലസ് t2 ആണ്. അപ്പോൾ ഇത് നോട്ട് എ ടൈം ഡിഫറൻസ് ആണ്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് ഈ പ്രോസസ്സിനെ WSS എന്ന് പറയില്ല അല്ലേ. ദിസ് പ്രോസസ് ഈസ് നോട്ട് വൈഡ് ഡിസ്റ്റൻസ് സ്റ്റേഷനറി ആണ്.